എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. LJP ലിജോ ജോസ് പള്ളിശ്ശേരി മാസ്റ്റർ ക്ലാസ് ഡയറക്ടറാണ്. ആള് ഇതുവരെ ഇറക്കിയ സിനിമകളുടെ എണ്ണം 10 ആണെന്ന് തോന്നുന്നു. 10 അല്ലേ? 10 തന്നെയാണ് തോന്നുന്നു. 10 തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ 10 സിനിമകളിൽ ഏതൊക്കെയാണ് ഹിറ്റ്, ഏതൊക്കെയാണ് ഫ്ലോപ്പ്, ഇതൊന്ന് നോക്കിയാലോ? നോക്കാം. ഇത് ഈ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നി, കാരണം മലൈക്കോട്ടെ വാലിബൻ. തീർച്ചയായിട്ടും അത് നോക്കണമല്ലോ. എന്തായാലും ഒരു വീഡിയോ ഉണ്ട്, ഓൺലി ഫോർ സിനിമ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ വന്നൊരു വീഡിയോ ആണ്. ഓക്കെ, നമുക്കൊന്ന് കണ്ടു നോക്കാം. കാണാം. ഓക്കെ, പിന്നെ കണ്ടേക്കാം. നമ്മുടെ മോഹൻലാൽ നായകനായി പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണല്ലോ മലൈക്കോട്ടെ വാലിബൻ. ഈ സിനിമ സംവിധാനം ചെയ്ത ലിജോ ജോസ് പള്ളിശ്ശേരി ഇതുവരെ സംവിധാനം ചെയ്ത എല്ലാ സിനിമകളുടെയും അവസ്ഥ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ആ സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കൾ കുത്തുപാളയെടുത്തോ അതോ സിനിമ വിജയിച്ചോ? വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ. ചില സിനിമകൾ നിങ്ങൾക്ക് റെഫർ ചെയ്ത് കാണാനും പറ്റും. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ലിജോ ജോസ് പള്ളിശ്ശേരി ആദ്യമായി സംവിധാനം ചെയ്തത് 2010 പുറത്തിറങ്ങിയ നായകൻ എന്ന സിനിമയായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ഇന്ദ്രജിത് സുകുമാരനും ജഗതിയും സിദ്ദീഖുമായിരുന്നു. ധന്യ മേരി വർഗീസ്, കലാശാല ബാബു, വിജയരാഘവൻ, തിലകൻ തുടങ്ങിയവരായിരുന്നു മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. തന്റെ കുടുംബത്തെയും ജീവിതത്തെയും തകർത്തവർക്കെതിരെ പ്രതികാരം ചെയ്യുന്ന നായകന്റെ കഥയായിരുന്നു ഈ സിനിമ. വളരെ വ്യത്യസ്തമായ ഒരു ക്രൈം ത്രില്ലർ സിനിമയായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും നല്ല അഭിപ്രായം നേടാൻ സാധിച്ചെങ്കിലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു. മാത്രമല്ല സംവിധായകൻ LJP ഈ സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. LJPയുടെ രണ്ടാമത്തെ സിനിമ 2011 പുറത്തിറങ്ങിയ സിറ്റി ഓഫ് ഗോഡ് എന്ന സിനിമയായിരുന്നു. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന ഈ സിനിമ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയെത്തിയ തൊഴിലാളിയുടെയും ഭൂമാഫിയ ഗാങ്സ്റ്റേഴ്സിന്റെയും കഥയായിരുന്നു പറഞ്ഞിരുന്നത്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, രോഹിണി, ശ്വേത മേനോൻ, പാർവതി തിരുവോത്ത്, റീമ കല്ലിങ്കൽ, രാജീവ് പിള്ള തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഈ സിനിമയുടെ അവതരണം. പ്രേക്ഷകരിൽ നിന്നും നല്ല പ്രതികരണം ലഭിച്ചിട്ടും ഈ സിനിമക്ക് ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയമാകാൻ സാധിച്ചില്ല. വളരെ വൈകിയായിരുന്നു ഈ സിനിമ റിലീസിനെത്തിയത്. സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയായിരുന്നു. തുടർച്ചയായ 2 പരാജയ സിനിമകൾക്ക് ശേഷം മൂന്നാമതായി LJP സംവിധാനം ചെയ്തിരുന്നത് 2013 പുറത്തിറങ്ങിയ ആമേൻ എന്ന ചിത്രമായിരുന്നു. റൊമാന്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമ കുട്ടനാടിലെ ഗ്രാമങ്ങളിൽ നടക്കുന്ന രസകരമായ സംഭവങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. ഫഹദ് ഫാസിലും ഇന്ദ്രജിത് സുകുമാരനും സ്വാതി റെഡ്ഡിയുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മാത്രമല്ല കലാഭവൻ മണി, അനിൽ മുരളി, ചെമ്പൻ വിനോദ്, ജോയ് മാത്യു, രചന നാരായണൻകുട്ടി തുടങ്ങി വലിയൊരു താരനിരയും ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. പ്രേക്ഷകരിൽ നിന്നും വളരെ നല്ല അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 3.5 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും അന്നത്തെ കാലത്ത് 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു. സിനിമ മാത്രമല്ല അന്നത്തെ കാലത്ത് സിനിമയിലെ പാട്ടുകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ ഏറ്റവും മികച്ച കോസ്റ്റ്യൂം ഡിസൈനർക്കും ആർട്ട് ഡയറക്ടർക്കുമുള്ള അവാർഡ് ഈ സിനിമയിലൂടെയായിരുന്നു ലഭിച്ചത്. അടുത്ത LJP ചിത്രം 2015 പുറത്തിറങ്ങിയ ഡബിൾ ബാരൽ എന്ന സിനിമയായിരുന്നു. ലിജോ ജോസ് പള്ളിശ്ശേരി തന്നെയായിരുന്നു ഈ സിനിമയുടെ രചനയും നിർവഹിച്ചിരുന്നത്. പൃഥ്വിരാജ് സുകുമാരനും ആര്യയും സന്തോഷ് ശിവനുമായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. മാത്രമല്ല പാരഡി ഗാങ്സ്റ്റർ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ ആസിഫ് അലി, സണ്ണി വൈൻ, ചെമ്പൻ വിനോദ്, സ്വാതി റെഡ്ഡി, ഇഷ ശർവാണി, പൂർണിമ ഇന്ദ്രജിത്ത് തുടങ്ങി വലിയൊരു താരനിര തന്നെ ഈ സിനിമയിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഏകദേശം 16 കോടി വമ്പൻ ബജറ്റിലായിരുന്നു ഈ സിനിമ നിർമ്മിച്ചിരുന്നത്. വളരെ വലിയ പ്രതീക്ഷയോടെ പ്രേക്ഷകർ കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു ഇത്. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്നും വളരെ മോശം അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മാത്രമല്ല ഈ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി മാറുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ സിനിമയ്ക്ക് വലിയൊരു കൾട്ട് സ്റ്റാറ്റസ് നേടാനും ഒരുപാട് ആരാധകരെ നേടാനും സാധിച്ചിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ സിനിമ കാലം തെറ്റി വന്നൊരു സിനിമയാണ്. ഇന്നാണ് ഈ സിനിമ റിലീസാവുന്നതെങ്കിൽ വമ്പൻ വിജയം നേടുകയും ബോക്സ് ഓഫീസിൽ വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോൾ അന്നത്തെ കാലത്ത് ഈ സിനിമയിലെ അത് തോന്നിയിട്ടില്ല കേട്ടോ. അത് ഇപ്പൊ ഇറങ്ങിയാലും പൊട്ടും, അത് ഉറപ്പാ. ഇതിന് ചിലപ്പോൾ നമുക്ക് കിട്ടിയേക്കാം, പക്ഷെ അത് ഇപ്പൊ ഇറങ്ങിയാലും പൊട്ടും. അതൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റിയല്ല, അതാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതെ, അതിന്റെ ഇടയ്ക്ക് ഈ പറഞ്ഞതിനകത്ത് ആമേൻ അടിപൊളി ഒരു എന്താ പറയാ അനുഭവം തന്നെയായിരുന്നു ആ സിനിമ. അതായത് തിയേറ്ററിൽ ഇത് ഇനി വീണ്ടും വന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കുന്നു ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഡബിൾ ബാരൽ വെറൈറ്റിയാണ്, സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ വീണ്ടും പരാജയപ്പെടും. പല സിറ്റുവേഷനുകളും വർക്കാകാതെ പോയതായിരിക്കാം പരാജയത്തിന് കാരണമായത്. LJPയുടെ അടുത്ത സിനിമ 86 പുതുമുഖ താരങ്ങളെ അണിനിരത്തി 2017 പുറത്തിറക്കിയ
അങ്കമാലി ഡയറീസ് എന്ന സിനിമയായിരുന്നു. ഈ ക്രൈം ത്രില്ലർ സിനിമയിൽ അങ്കമാലിയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഭാഷയും സംസ്കാരവും ഭക്ഷണ വൈവിധ്യവും വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചിരുന്നു. ചെമ്പൻ വിനോദ് ജോസ് ആയിരുന്നു ഈ സിനിമയുടെ രചന നിർവഹിച്ചിരുന്നത്. ആന്റണി വർഗീസ്, അന്നാരാജൻ, ശരത് അപ്പാനി, ടിറ്റോ വിൽസൺ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. മലയാളത്തിലെ ആദ്യ തല്ല് സിനിമയാണ് അങ്കമാലി ഡയറീസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് ഒരുപാട് ആരാധകരുള്ള ആന്റണി വർഗീസ് എന്ന തല്ല് സ്റ്റാറിന്റെ ഉദയവും ഈ സിനിമയിലൂടെയായിരുന്നു. മാത്രമല്ല ഒരുപാട് പ്രത്യേകതകളുള്ള സിനിമ കൂടിയായിരുന്നു ഇത്. ആ പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച 25 സിനിമകളിൽ ഒന്നായിരുന്നു അങ്കമാലി ഡയറീസ്. വളരെ ചെറിയ ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് വമ്പൻ കളക്ഷൻ നേടിയിരുന്നു. അന്നത്തെ കാലത്ത് ഏകദേശം 20 കോടിക്ക് മുകളിലായിരുന്നു ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ. പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായം നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ ഈ സിനിമ 2019 തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു. LJPയുടേതായി 6ാമതായി റിലീസിനെത്തിയ സിനിമ 2018 പുറത്തിറങ്ങിയ ഈ മായു എന്ന ചിത്രമായിരുന്നു. ഒരു മലയോര ഗ്രാമത്തിൽ നടക്കുന്ന മരണവും മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമയിലെ പ്രധാന ഇതിവൃത്തം. കൈനഗിരി തങ്കരാജ്, ചെമ്പൻ വിനോദ്, ദിലീഷ് പോത്തൻ, വിനായകൻ തുടങ്ങിയവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത്. പ്രേക്ഷകരുടെ മികച്ച അഭിപ്രായം നേടി ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയം ഈ സിനിമ നേടിയിരുന്നു. മാത്രമല്ല മികച്ച ഡയറക്ടർക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഈ സിനിമയിലൂടെയായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ലഭിച്ചത്. മാത്രമല്ല നിരവധി ഫിലിം ഫെസ്റ്റിവലുകളിൽ ഒരുപാട് അവാർഡുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് ചെമ്പൻ വിനോദിന് ഈ സിനിമയിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നു. അടുത്ത LJP ചിത്രം 2019 പുറത്തിറങ്ങിയ ജല്ലിക്കെട്ട് എന്ന സിനിമയായിരുന്നു. അറക്കാൻ കൊണ്ടുവന്ന പോത്ത് രക്ഷപ്പെട്ട് ഓടുന്നതും അതിന് പിന്നാലെ ഒരു ഗ്രാമം ഓടുന്നതുമായിരുന്നു ഈ സിനിമയുടെ കഥ. ഈ സിനിമ കാണുമ്പോൾ സിനിമയിലെ പ്രധാന കഥാപാത്രമായി രക്ഷപ്പെട്ട് ഓടുന്ന പോത്തിന് പിന്നാലെ ഓരോ പ്രേക്ഷകനും ഓടുന്ന ഒരു ഫീൽ നമുക്ക് തരുന്നു. അത്രയേറെ വ്യത്യസ്തമായ സിനിമയായിരുന്നു. മാത്രമല്ല ഇന്റർനാഷണൽ ലെവലിൽ LJPക്ക് അംഗീകാരം കിട്ടിയ സിനിമ കൂടിയായിരുന്നു ഇത്. ആന്റണി വർഗീസ്, ചെമ്പൻ വിനോദ്, സാബുമോൻ അബ്ദുസമദ് തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഏകദേശം 4 കോടി ബജറ്റിൽ നിർമ്മിച്ച ഈ സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും 22 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുകയും ഒരുപാട് അവാർഡുകൾ നേടുകയും ചെയ്തിരുന്നു. അടുത്ത സിനിമ ഒരുപാട് ചർച്ചാ വിഷയമായി 2021 പുറത്തിറങ്ങിയ ചുരുളി എന്ന ചിത്രമായിരുന്നു. ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ 2 പോലീസുകാർ പ്രതിയെ അന്വേഷിച്ച് മലയോര ഗ്രാമത്തിലേക്ക് എത്തിപ്പെടുന്നതും അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളും ആ നാടുമാണ് ഈ സിനിമയിലെ പ്രധാന കഥ. ഈ സിനിമ പ്രധാന ചർച്ചാ വിഷയമാകാൻ കാരണം ഈ സിനിമയിലെ തെറിവിളികൾ തന്നെയായിരുന്നു. പല രീതിയിലുള്ള തെറിവിളികൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ വിവാദമുണ്ടാക്കുകയും ചെയ്തിരുന്നു. വിനയ് ഫോർട്ട്, ചെമ്പൻ വിനോദ്, ജോജു ജോർജ്, ജാഫർ ഇടുക്കി, സൗബിൻ ഷാഹിർ തുടങ്ങിയവരായിരുന്നു പ്രധാന വേഷത്തിലെത്തിയിരുന്നത്. വളരെ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ടായിരുന്നു ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയിരുന്നത്. ഇടുക്കിയിലെ കുളമാവിൽ വെച്ചായിരുന്നു സിനിമയുടെ ഭൂരിഭാഗവും ഷൂട്ട് ചെയ്തിരുന്നത്. മാത്രമല്ല ഈ സിനിമ സോണി ലൈവ് വഴി ഡയറക്റ്റ് OTT റിലീസായിരുന്നു. കോവിഡ് പാൻഡമിക് മൂർച്ഛിച്ചു നിൽക്കുന്ന സമയത്തായിരുന്നു ഈ സിനിമയുടെ റിലീസ്. സിനിമ OTT റിലീസായിരുന്നെങ്കിലും പ്രേക്ഷകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ഈ സിനിമയ്ക്ക് വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായിരുന്നു. മാത്രമല്ല കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ ഈ സിനിമയിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നു. LJPയുടെ 9ാമത്തെ ചിത്രം മെഗാസ്റ്റാർ മമ്മൂക്ക നായകനായി 2022 പുറത്തിറങ്ങിയ നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രമായിരുന്നു. മലയാളം, തമിഴ് ബൈലിംഗൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മമ്മൂട്ടി, അശോകൻ, രമ്യ പാണ്ഡ്യൻ തുടങ്ങിയവരായിരുന്നു. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പ്രൊഡക്ഷൻ കമ്പനിയായ മമ്മൂട്ടി കമ്പനി ആദ്യമായി നിർമ്മിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായമായിരുന്നു ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നത്. മമ്മൂട്ടി കമ്പനി വളരെ ചുരുങ്ങിയ ചെലവിൽ നിർമ്മിച്ച ഈ സിനിമയ്ക്ക് ഏകദേശം 5 കോടിയാണ് ബജറ്റ് ആയത്. ബോക്സ് ഓഫീസിൽ നിന്നും ഈ സിനിമ 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരു അവാർഡ് ടൈപ്പ് സിനിമ നേടാവുന്ന പരമാവധി കളക്ഷൻ തന്നെ നേടി ഹിറ്റ് വിജയം നേടിയിട്ടുണ്ട് ഈ സിനിമ. സിനിമയിൽ തമിഴ് പശ്ചാത്തലമുള്ളത് കൊണ്ട് തന്നെ തമിഴ്നാട്ടിലും ഈ സിനിമയ്ക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിരുന്നു. മാത്രമല്ല ഒരുപാട് അവാർഡുകളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരുന്നു. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡിൽ 2 അവാർഡുകളാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. മികച്ച ചിത്രത്തിനുള്ള അവാർഡും മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള അവാർഡും ഈ സിനിമയിലൂടെ ലഭിച്ചിരുന്നു. LJPയുടെ 10ാമത്തെ സിനിമ ലാലേട്ടൻ നായകനായി ഇപ്പോൾ തിയേറ്ററിലെത്തിയ മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ്. LJPയും മോഹൻലാലും ആദ്യമായി ഒന്നിക്കുന്ന ഈ സിനിമയ്ക്കായി പ്രേക്ഷകർ വളരെ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. മോഹൻലാലിന് പുറമെ സൊനാലി കുൽക്കർണി, ഹരീഷ് പെരടി, മണികണ്ഠാചാരി, ശാന്ത ധനജയൻ, രാജീവ് പിള്ള തുടങ്ങിയവരാണ് പ്രധാന വേഷത്തിലെത്തിയിരിക്കുന്നത്. ഈ സിനിമയുടെ ആദ്യ അപ്ഡേറ്റും മോഹൻലാലിന്റെ വ്യത്യസ്തമായ ലുക്കും കണ്ടതു മുതൽ തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഈ സിനിമ വിജയമാണോ പരാജയമാണോ എന്നറിയാൻ കുറച്ചുകൂടി ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഇത്രയും സിനിമകളാണ് 10 സിനിമകളാണ് LJP സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ സിനിമകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ
പറ, ഏതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ? ഏത് LJP-ന്റെ ഈ 10 സിനിമകളിൽ എനിക്കാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒന്നൊന്നല്ല, ഞാൻ വേണമെങ്കിൽ 2-3 പറഞ്ഞുതരാം. 3 അല്ല, ഒറ്റന്ന് പറ. ഒറ്റൊന്നായിട്ട് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റൂല. ആണോ? എന്നാ 3 പറ. 3 പറയാം. നൻപകൽ നേരത്ത് മയക്കം, ഓക്കെ, ആമേൻ, ഓക്കെ, അങ്കമാലി ഡയറീസ്. ഓക്കെ. 3 എന്നോട് ചോദിക്കും. എന്നോട് ഞാൻ ചോദിക്കുന്നില്ല, അറിയില്ല കേട്ടോ. ഒരിക്കലും ഹരികൃഷ്ണൻസിന്റെ സീനിലേക്ക് വരില്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ നൻപകൽ നേരത്തെ മയക്കം. ഓക്കെ. ഇതിനെന്താ കാരണം എന്നുള്ളത് നമ്മളിതിൻ്റെ റിവ്യൂ ചെയ്തപ്പോൾ അതിൽ അനലൈസിസ് വീഡിയോ ആയിട്ടാണ് നമ്മളത് ഇട്ടിട്ടുള്ളത്. സ്പോയിലർ അലേർട്ടാണ്. പക്കയായിട്ട് ഞങ്ങൾക്ക് അതിൽ എന്തൊക്കെ തോന്നി എന്നുള്ളത് പറഞ്ഞിട്ടാണ് ആ സിനിമ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ബുദ്ധിജീവികളായിട്ടില്ല. അതാ വീഡിയോയിൽ തന്നെ ഉണ്ട് കേട്ടോ. വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്. അതെ, അതിൽ നമ്മുടെ എന്താ നൻപകലൊക്കെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയത് കൊണ്ട് ഇവർ എന്നുള്ളതാണ് കുറച്ച് കമൻസ് വരുന്നത്. അങ്ങനെയല്ല, നമ്മൾക്ക് എന്താണ് അതിൽ തോന്നിയെന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ മലൈക്കോട്ടെ വാലിബല്ലേ, അത് ഇഷ്ടപ്പെട്ടിട്ട് ചിലർ പറയുന്നുണ്ട് ഇതിന് ഒരുപാട് ലേയേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. തോന്നിയ സാധനം എന്തെന്ന് ആരെങ്കിലും പറഞ്ഞു കണ്ടോ? ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതൊന്ന് അറിയാനാട്ടോ, അതൊന്ന് അറിയണം എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ നൻപകൽ നേരത്തെ മയക്കം 1. 2 ജല്ലിക്കെട്ട്. ജല്ലിക്കെട്ട് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഈ മനുഷ്യന്റെ ഉള്ളിലെ മൃഗം ഉണ്ടല്ലോ, വേട്ടയാടുന്ന ആ ഒരു സംഭവം എന്നും നമ്മുടെ വിട്ടുപോകില്ല എന്നുള്ള. അതിനി ഏത് കാലഘട്ടത്തിലാണെങ്കിലും എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്രയൊക്കെ വളർച്ചയിലെത്തി എന്ന് പറഞ്ഞാലും ആ ഒരു സ്വഭാവം അത് മനുഷ്യന്റെ ഉള്ളിലുള്ളത് ആ സമയത്ത് നമ്മൾ എന്താണോ എങ്ങനെയാണോ അതേപടിയാവും. അതെ, നമ്മുടെ പുരാതന കാലഘട്ടം ഉണ്ടല്ലോ, അതായത് മനുഷ്യര് പൂർവികർ ആ ലെവലിലേക്ക് നമ്മൾ എപ്പോഴും മാറും. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് കാണിച്ചു തന്ന കിഡിലൻ ക്ലൈമാക്സ് തന്നെയായിരുന്നു അതിന്റെ ഒരു എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു. അതൊരു രക്ഷയില്ലായിരുന്നു. അതെ, അപ്പോൾ അതുകൊണ്ട് ജല്ലിക്കെട്ട്. പിന്നെ ആമേൻ. ആമേൻ ഒരു ലെവലാട്ടോ ആമേൻ. അതായത് എന്താ പറയാ, നോർമൽ, അതായത് സാധാരണ അന്ന് മുതലാന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ റിയലിസ്റ്റിക്കിനോട് കുറച്ച് താല്പര്യം കൂടി തുടങ്ങുന്നത്. പക്ഷെ ഫിക്ഷനാണ്. അതെ, അതിൽ ഫിക്ഷനും അതായത് ഫാന്റസി രീതിയിലൊക്കെ ഉണ്ട്. ഈ ഇന്ദ്രജിത്തിന്റെ സീനുകളിലൊക്കെ വരുന്ന സമയത്തൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, എനിക്ക് തോന്നുന്നു ഈ 10 സിനിമകൾ, അത് ഇന്ദ്രജിത്തിന്റെ പേര് പറഞ്ഞോണ്ട് ഞാൻ പറയാൻ വന്നത്, ഏറ്റവും കൂടുതൽ ലിജോ ജോയ്സ് പെല്ലിശ്ശേരിന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആള് ഇന്ദ്രജിത്ത് തന്നെ. 6 സിനിമയിലൊക്കെ അടുപ്പിച്ചുണ്ട്. ഈ ഡബിൾ ബാരല് സംഭവം ഒരു പിന്നീട് വമ്പൻ സിനിമ എന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് ഇപ്പോഴും തോന്നിയില്ല. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സിനിമ കണ്ടിട്ട് നമുക്ക് കാലം അതിനെ എത്ര വാഴ്ത്തിയാലും ഞങ്ങൾക്ക് അത് നമ്മുടെ ഓരോരുത്തരുടെ അഭിപ്രായമാണ് കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായേക്കാം, ഇല്ലാതിരിക്കാം. അതെ, അന്ന് ഇഷ്ടപ്പെടാതെ ഇപ്പൊ അതിനെ വാഴ്ത്തപ്പെടുന്നവരുണ്ടാവാം. പിന്നെ അത് തെറ്റല്ല കേട്ടോ, അത് വേറെ കാര്യം. അഭിപ്രായങ്ങളും നമ്മുടെ രീതിയൊക്കെ നമ്മുടെ സിനിമ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണത്. പക്ഷെ ഇപ്പോഴും ആ രീതിയിൽ എനിക്കത് പേഴ്സണലി ഡബിൾ ബാരലൊരു വമ്പൻ പരാജയം എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ കാണുന്നു. അത് കാലം തെറ്റി വന്ന സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ഇപ്പൊ വന്നാലും അത് പരാജയം തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആമേനായാലും അങ്കമാലി ഡയറീസ് ആയാലും പിന്നെ ഏതാ കുറച്ച് സ്പീഡിൽ വളരെ ജല്ലിക്കെട്ട് ആണോ കുറച്ചും കൂടി കൊമേഴ്ഷ്യലി ആള് അപ്രോച്ച് ചെയ്ത സിനിമ, പക്കാ കൊമേഴ്ഷ്യലി അപ്രോച്ച് ചെയ്ത സിനിമ അങ്കമാലി ഡയറീസ് തന്നെ. അതിനുശേഷം ഇപ്പൊ ഈ ആമേനാണ്. ജല്ലിക്കെട്ടും അതുപോലെ തന്നെയാണ്. ചെറിയ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു വൈബിൽ തന്നെയുള്ള സാധനമാണ്. അതൊരു കുറച്ച് സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉള്ള സിനിമ തന്നെയായിരുന്നു. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്ന അവതരണം വളരെ സ്ലോ ആണോ എന്നുള്ളതല്ല കേട്ടോ. അതായത് വളരെ സ്ലോയിൽ പറയുന്ന സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. പക്ഷെ അത് നമുക്ക് സ്ലോ ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. നമ്മള് കൂടെ ഇങ്ങനെ പോവാണ്. അതെ, അങ്ങനെ പോകുമ്പോ നമുക്ക് അതിന് ആ ഒരു സ്ലോ ഒന്നും നമുക്കൊരു ഫീൽ ചെയ്യേയില്ല. അല്ലാണ്ട് ചിലതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, കേറാൻ പറ്റില്ല. അപ്പോഴാണ് സിനിമ നമുക്ക് ഇത് മുന്നോട്ട് സഞ്ചരിക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഫീല് വരും. എന്താണെങ്കിലും ഇത്രയും സിനിമകളാണ് LJP-ൻ്റെതായിട്ട് 10 സിനിമകളാണ് വന്നിട്ടുള്ളത്. അതിൽ ഒരു 4-5 സിനിമയോളമാണ് എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ വിജയമായിട്ട്, അല്ലെങ്കിൽ നല്ല എന്താ പറയാ സാമ്പത്തികമായിട്ടും വിജയമായിട്ടുള്ള സിനിമകളാണ്. ഫസ്റ്റ് വിജയം ആമേൻ, പിന്നെ അങ്കമാലി ആണ് ഏറ്റവും വലിയ വിജയം സാമ്പത്തികപരമായിട്ട്. പിന്നെ ജല്ലിക്കെട്ട് വിജയമാണ്,
പിന്നെ ഈമയു വിജയാണ്. പിന്നെ നമ്മുടെ എന്താ തിയേറ്ററിലായിരുന്നു. വിജയാണ്. പിന്നെ നൻപകൽ നേരത്തെ മയക്കം. പിന്നെ മറ്റത് എന്താന്ന് വെച്ചാൽ ചുരുളിയൊക്കെ അഭിപ്രായമുണ്ട്, പക്ഷെ റിലീസായിരുന്നു. അപ്പൊ എന്നാലും 5 സിനിമകളാണ് ഹിറ്റ് ആയിട്ടുള്ളത്. ഇനിയിപ്പം മലൈക്കോട്ടെ വാലിബൻ എന്താവും നമുക്കറിയില്ല. എന്താണെങ്കിലും നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ആള് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ ആളുടെ ഏറ്റവും ബഡ്ജറ്റിൽ വന്ന സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. മറ്റുള്ളവരെ നോക്കുമ്പോൾ പരാജയം തന്നെയാവും. മറ്റുള്ളതിന്റെയൊക്കെ അവസ്ഥ ആലോചിച്ച് നോക്കി. അല്ല, അവസ്ഥ എന്നല്ല, മറ്റുള്ളവർക്ക് പറഞ്ഞാൽ 5 കോടിയൊക്കെ ആ ഒരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ട് 10 കോടി കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ ഡബിളായി. അതാണ് അവർ വിജയം എന്ന് തന്നെ ഉറപ്പിച്ചു പറയുന്നത്. മറ്റേത് 50 കോടിക്ക് മുകളിലുണ്ട് എന്നുള്ളതാണ്. 65 കോടിന്റെ അടുത്താണ് കണക്ക് പറയുന്നത്. 65 കോടിന്റെ അടുത്ത് കണക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വമ്പൻ വലിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമയാണ്. അത് വൻ വിജയം എന്ന് പറയണമെങ്കിൽ അതിന് അത്യാവശ്യം നല്ല കളക്ഷൻ വരിക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് ഫ്ലോപ്പ് എന്ന് തന്നെ പറയുള്ളൂ. എന്തായാലും വരട്ടെ, നമുക്ക് കാണാം. ഇപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. അതായത് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ട് വന്ന 2 സിനിമകളാണുള്ളത്. ഒന്ന് ഡബിൾ ബാരലും ഒന്ന് മലൈക്കോട്ടെ വാലിബൻ. രണ്ടും മുങ്ങിയിട്ടുള്ളൂ. അതും എനിക്ക് തോന്നുന്നു അന്നത്തെ 16 കോടി ബഡ്ജറ്റിലാണ് അത് ഡബിൾ ബാറിൽ വരുന്നത്. അത് അത്രയും പോലും അത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതെ, അതും അതിലുള്ള താരങ്ങളുടെ ഒരു എന്താ പറയാ, എല്ലാരും ഫുൾ അന്നത്തെ യൂത്തിലുള്ള എല്ലാരും ഉണ്ട്. അത്ര ഗംഭീര കാസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു.